ഇമിഗ്രേഷൻ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ നയമാറ്റങ്ങളിൽ ഒന്നാണ് ഇപ്പോൾ ലോകം സാക്ഷ്യം വഹിക്കുന്നത്. ശതാബ്ദങ്ങളായി അമേരിക്കയിൽ ജീവിക്കുകയും ജോലി ചെയ്യുകയും ചെയ്യുന്ന 3,50,000-ത്തിലധികം ഹേദിയൻ കുടിയേറ്റക്കാർക്ക് നൽകിയിരുന്ന താൽക്കാലിക സംരക്ഷണ പദവി അഥവാ ടെമ്പററി പ്രൊട്ടക്റ്റഡ് സ്റ്റേറ്റസ് അമേരിക്കൻ ഭരണകൂടം ഔദ്യോഗികമായി അവസാനിപ്പിക്കുന്നു. US ഡിസ്ട്രിക്ട് കോടതി ഇത് സംബന്ധിച്ച് ഉത്തരവ് പുറപ്പെടുവിച്ചതോടെ ലക്ഷക്കണക്കിന് ആളുകൾക്ക് തങ്ങളുടെ ജോലി നിയമപരമായി നഷ്ടപ്പെടുകയും നാടുകടത്തൽ ഭീഷണിയിലാകുകയും ചെയ്തിരിക്കുകയാണ്. എന്താണ് TPS? എന്തുകൊണ്ടാണ് അമേരിക്ക ഇത് റദ്ദാക്കിയത്? അമേരിക്കൻ സാമ്പത്തിക രംഗത്തെയും ആരോഗ്യ മേഖലയെയും ഇത് എങ്ങനെയെല്ലാമാണ് ബാധിക്കാൻ പോകുന്നത് എന്നാണ് നമ്മളിന്ന് വിശദമായി നോക്കുന്നത്. ആദ്യം തന്നെ എന്താണ് TPS എന്ന് മനസ്സിലാക്കാം. യുദ്ധം, പ്രകൃതി ദുരന്തങ്ങൾ, മറ്റു കടുത്ത പ്രതിസന്ധികൾ എന്നിവ നേരിടുന്ന രാജ്യങ്ങളിൽ നിന്നുള്ള പൗരന്മാർക്ക് അമേരിക്കയിൽ താൽക്കാലികമായി താമസിക്കാനും ജോലി ചെയ്യാനും നൽകുന്ന മാനുഷിക പരിരക്ഷയാണ് ടെമ്പററി പ്രൊട്ടക്റ്റഡ് സ്റ്റേറ്റസ്. 2010-ലെ ഭൂകമ്പത്തിന് ശേഷമാണ് ഭൂരിഭാഗം ഹേദിക്കാർക്കും അമേരിക്ക ഈ ആനുകൂല്യം നൽകിയത്. എന്നാൽ ട്രംപ് ഭരണകൂടം ഈ സംരക്ഷണം റദ്ദാക്കാൻ തീരുമാനിച്ചിരിക്കുകയായിരുന്നു. കഴിഞ്ഞ ജൂണിൽ US സുപ്രീം കോടതി 6-3 എന്ന ഭൂരിപക്ഷത്തിൽ ഭരണകൂടത്തിന്റെ തീരുമാനം നടപ്പിലാക്കാൻ ഉത്തരവിട്ടു. ഇതിന്റെ തുടർച്ചയായാണ് ഡിസ്ട്രിക്ട് കോടതി ഇത് ഔദ്യോഗികമായി അവസാനിപ്പിച്ചതായി പ്രഖ്യാപിച്ചത്. ഇതിന്റെ പ്രധാന ആഘാതങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അമേരിക്കയിൽ താമസിക്കുന്ന 3,50,000-ത്തോളം ഹേദിയൻ പൗരന്മാരുടെ വർക്ക് പെർമിറ്റുകളും ലീഗൽ സ്റ്റേറ്റസും ഇതോടെ റദ്ദാക്കി. ഇവരിൽ 2 ലക്ഷത്തോളം പേർ അമേരിക്കയിലെ വിവിധ മേഖലകളിൽ ജോലി ചെയ്യുന്നവരാണ്. പ്രത്യേകിച്ച് ഹോസ്പിറ്റാലിറ്റി, നഴ്സിംഗ് ഹോമുകൾ, ഹെൽത്ത് കെയർ, റീറ്റെയിൽ, വെയർഹൌസ് മേഖലകളിൽ അവർക്ക് ജോലി നഷ്ടപ്പെടുന്നു. നഴ്സിംഗ് അസിസ്റ്റന്റുമാരായി ജോലി ചെയ്യുന്ന 10,000-കണക്കിന് ഹേദിയർക്ക് ജോലി നഷ്ടപ്പെടുന്നത് അമേരിക്കയിലെ വയോജന സംരക്ഷണ കേന്ദ്രങ്ങളിലെയും ആശുപത്രികളെയും രൂക്ഷമായി ബാധിക്കും. ഒപ്പം നിലവിൽ കടുത്ത ആക്രമണങ്ങളും ഗ്യാങ് പവറും അരങ്ങേറുന്ന ജീവന് പോലും സംരക്ഷണമില്ലാത്ത ഹേദിയിലേക്ക് തിരികെ പോകേണ്ടി വരുമോ എന്ന ഭീതിയിലാണ് പല കുടുംബാംഗങ്ങളും. ഈ തീരുമാനം ഹേദിക്കാരെ മാത്രമല്ല, അമേരിക്കൻ പ്രാദേശിക സമ്പദ് വ്യവസ്ഥയും കടുത്ത പ്രതിസന്ധിയിലാക്കുമെന്നാണ് സാമ്പത്തിക വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത്. മിയാമി, ബോസ്റ്റൺ, കൊളംബസ് തുടങ്ങിയ നഗരങ്ങളിൽ വൻതോതിൽ ഹേദിയൻ തൊഴിലാളികളുണ്ട്. ഇവർ പെട്ടെന്ന് ജോലിയിൽ നിന്നും പുറത്താക്കപ്പെടുമ്പോൾ വാടകയും നികുതി വരുമാനവും ഉപയോഗവും കുത്തനെ കുറയും. തങ്ങളുടെ ആത്മാർത്ഥതയുള്ള ജീവനക്കാരെ പിരിച്ചുവിടേണ്ടി വരുന്ന ബിസിനസ് ഉടമകളും വൻ ആശങ്കയിലാണ്. രസകരമായ മറ്റൊരു വസ്തുത എന്തെന്നാൽ അമേരിക്കൻ പൊതുജനങ്ങളിൽ ഭൂരിഭാഗവും ഈ തീരുമാനത്തിന് എതിരാണ് എന്നതാണ്. വാഷിംഗ്ടൺ പോസ്റ്റ് പോളിംഗ് അനുസരിച്ച് 44% അമേരിക്കക്കാരും TPS റദ്ദാക്കിയതിനെ എതിർക്കുമ്പോൾ 32% പേർ മാത്രമാണ് ഇതിനെ പിന്തുണയ്ക്കുന്നത്. വർഷങ്ങളായി അമേരിക്കൻ സമൂഹത്തിന്റെ ഭാഗമായി ജീവിക്കുകയും നികുതി അടയ്ക്കുകയും നാടിന്റെ വളർച്ചയ്ക്ക് സഹായിക്കുകയും ചെയ്ത ലക്ഷക്കണക്കിന് ആളുകളാണ് ഒറ്റ രാത്രി കൊണ്ട് അനധികൃത കുടിയേറ്റക്കാരായി മാറിയിരിക്കുന്നത്. അമേരിക്കയിൽ ആകെയുള്ള 1.7 ദശലക്ഷം TPS ഉടമകളിൽ 13 രാജ്യങ്ങളിൽ നിന്നുള്ളവരുടെ പദവി റദ്ദാക്കാനുള്ള തീരുമാനത്തിന്റെ തുടക്കമാണിത്. വിസ നിയമങ്ങളും ഇമിഗ്രേഷൻ നയങ്ങളും ശക്തമാകുമ്പോൾ ഉണ്ടാകുന്ന മാനുഷികവും സാമ്പത്തികവുമായ ആഘാതങ്ങളെക്കുറിച്ച് വലിയ ചോദ്യങ്ങളാണ് ഈ സംഭവം ഉയർത്തുന്നത്. ഇതേക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. പുതിയ ഇമിഗ്രേഷൻ വാർത്തകൾ അറിയാൻ ഗ്ലോബൽ സമയം സബ്സ്ക്രൈബ് ചെയ്യുക.